ഇത് നിങ്ങളുടെ അടുത്ത വഴിപാടിൻ്റെ ഇതാണല്ലേ? ഇത് സോമേശ്വരി ക്ഷേത്രത്തിലെ വഴിപാടിൻ്റെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെ നമ്പർ ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് പാനുണ്ട എന്ന് പറയുന്നത് നമ്മളെ കൂത്തുറപ്പ് പോകുന്ന വഴിക്ക് വരും. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അതായത് 46 അടി ആയിട്ടാണ് വരുന്നത്. അത് കൊട്ടൂര് അപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം. അപ്പം ക്ഷേത്രം ഓൾറെഡി അടിയുണ്ട്, പക്ഷെ ഇത് വലിയൊരു പ്രതിമയാണ്. ഇപ്പോൾ നമ്മൾ തളിപ്പറമ്പ് ശ്രീ രാജാര ക്ഷേത്രത്തിൽ ഒരു വെങ്കലത്തിൻ്റെ വലിയൊരു നിന്നിട്ടുള്ള പ്രതിമ വരുന്നതെന്ന് പറഞ്ഞു. ഗൂഗിളിൽ വന്നോന്ന് എനിക്കറിയില്ല. ഒട്ടമല്ലി രാജാട്ടനാണ് ചെയ്യുന്നത്. വടക്കുന്നാഥൻ സിനിമേൻ്റെ നിർമ്മാതാവായിരിക്കുന്ന അദ്ദേഹം ചെയ്യുന്നു പറഞ്ഞത്. ഇത് ഒത്തിരി പേര് കാണുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് നിയമപരമായിട്ടുള്ള മറ്റുള്ള ആൾക്കാരെല്ലാം കാണുന്നതാണ്. ഞാൻ അവരോടും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സോമേശ്വരി ക്ഷേത്രം കുവേരി അല്ലേ, കുറ്റിയേരി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്ര കാഴ്ചകൾ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അധികാരിയായിരിക്കുന്ന പ്രസിഡന്റ് പേരെന്താ പറഞ്ഞത്? ഭരതാട്ടനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം എത്രയുണ്ട്? കാലപ്പഴമോ അറിയില്ല. ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. ഞങ്ങൾ മനസ്സിലാക്കിയതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 600 വർഷമാണ് ഇതിൻ്റെ പഴക്കം വരും. അല്ല, അത് ഉണ്ടാവും. അതെന്താ പറഞ്ഞാൽ അതിനു മുമ്പ് ഇതൊന്നും ഈ ഓടായിരുന്നില്ല. ചെറിയ മാടോട് പോലത്തെ ഒരു ചെറിയ ഇത്ര പോലത്തെ ഒരു സാധനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് അപ്പോൾ പിന്നെ 600 ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പിന്നെ ഒരു ഇത്. അതെ, ഇപ്പോൾ ഈ ഓടാക്കിയതിന് ശേഷം ഒരു ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 600 വർഷത്തെ പഴക്കമാണ് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം. സ്വർണ്ണപ്രശ്നം വെച്ചിട്ടുണ്ട്. അത് ഒരു ദിവാകരൻ ജോസിയർ എന്ന് പറഞ്ഞ ആളാണ് ആദ്യം വെച്ചത്. അത് 2015-16 വെച്ചത്. അപ്പോൾ ഇവിടെ സോമേശ്വരി എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളിൽ ഒന്നാണല്ലോ ആദിപരാശക്തി. അത് അതെ പുഴാതി ഉണ്ട്. അതെ 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 ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പടപ്പേങ്ങാടാണ്. ഏതോ പിന്നെ ഇല്ലത്തിൻ്റെ കീഴിൽ തന്നെയാണ്. ഇപ്പം നടക്കുന്നത് പിന്നെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകളാണ് ഇതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും കൂടിയാണ്. ഞങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കിട്ടിയാലും വളരെ ചുരുങ്ങിയ പൈസ കിട്ടും. ഏറ്റവും ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കോവിലത്തിന് നേരെ മുന്നിൽ ഒരു മധുരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതേപോലെ തന്നെ അത്രയും ജീർണാവസ്ഥയിൽ പൊട്ടി വീണ്ട വിധത്തിലെത്തി. പിന്നെ വീണും പോയി. അവിടെ പൊട്ടി വീണ്ട വിധത്തിലെത്തിയത് ഒരാരും അവിടെ വരാറില്ല. 2 കയ്യിൽ വെണ്ണയെടുത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണനാണ്. അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെ രൂപത്തിൽ എവിടെയില്ല. ഉണ്ട്, മറ്റുള്ള ജില്ലയിലുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ 2 കയ്യിലും വെണ്ണയെടുത്ത് നിൽക്കുന്ന കൃഷ്ണനായിട്ടാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മധു നമ്പൂതിരി അദ്ദേഹം മയിലാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പെട്ട് അവസാനം അതിൻ്റെ ഫോമിലൊക്കെ ചെയ്ത് ദേവസ്വം ബോർഡ് ചെയർമാന് അയച്ചു കൊടുത്തു. ഒരു ഓഫീസൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം 1 കോടിക്കും മേലെ എത്ര അങ്ങോട്ടാണ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ സുമേഷ് ചേട്ടൻ നമ്മളെ MLA സുമേഷ് അദ്ദേഹം കൂടി ഇടപെട്ടിട്ടാണ്. സുമേഷ് ചേട്ടനൊക്കെ കാണലുണ്ട്. അപ്പം ഇടപെട്ടിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അപേക്ഷ വീണ്ടും ഒരിക്കൽ കൂടി, ഇപ്പോൾ പുതിയ ആരും മാറിയിട്ടുണ്ട്, ഒരിക്കൽ കൂടി നിങ്ങൾ ഒരിക്കൽ കൂടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഓണെങ്കിലും ഒന്നും കൂടെ കൊടുക്കുക. നിങ്ങളെല്ലാം പേ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ തിരി വന്നല്ലേ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതൊന്നും ഇല്ലാതെ വരില്ലല്ലോ. അപ്പോൾ ദൈവം അതിന് തയ്യാറായിട്ടുണ്ടെന്നുള്ള. അപ്പോൾ നിങ്ങളത് കൊടുത്തു നോക്കാം. പിന്നെ ഇതിൻ്റെ സോമേശ്വരി അല്ലാതെ വേറെ എന്തെങ്കിലും സോമേശ്വരിയുടെ തന്നെ പിന്നെ ഒരു മലദുർഗ അവതാരമാണ് കരിഞ്ചാവണ്ടി. പിന്നെ അത്
ആരെങ്കിലും നേർച്ച രീതിയിലാണ് കെട്ടിയാടിക്കാറ്. ഏത് മാസം കഴിഞ്ഞു? അത് മുമ്പ് കാലങ്ങളിൽ എന്ന് പറയുന്നത് ഈ ഇടവത്തിലാണ് അത് നടത്താറ്. ഇപ്പോൾ ആ സമയത്ത് ശക്തമായ മഴയായിരിക്കും. അപ്പോൾ ആ മഴ ഉള്ളതുകൊണ്ട് അത് എൻ്റെ സമയം മാറ്റി ഇപ്പം വൃശ്ചികം 7, അതായത് ഇന്ന് ഇവിടെ ഉത്സവം നടക്കേണ്ട ദിവസമാണ്. പിന്നെ ഇതായതുകൊണ്ടാണ് ബലാലയത്തിലായതുകൊണ്ടാണ് ഇന്ന് ഉത്സവം ഇല്ലാത്തത്. വൃശ്ചികം 7 പിന്നെ ഉത്സവം നടക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം നിങ്ങൾ വന്നത് വളരെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അത് തന്നെയായിരിക്കാം. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ സോമേശ്വരി അങ്ങ് പുതിയതിലുള്ളത് പുഴാതിയിലുള്ള സോമേശ്വരിൻ്റെ നേരെ മുന്നിലും ചാമുണ്ടേശ്വരി അവിടെയും. പക്ഷെ അവിടുത്തെ ചാമുണ്ടി കെട്ടി ആടുന്ന മറ്റൊന്നും കുട്ടിയെ കാരണം കോയിനെ കടിച്ചിട്ടുള്ള ഒരു പരിപാടി അങ്ങനത്തെ കാരണം അത് അപൂർവങ്ങൾ. കാരണം പയ്യനൊരു പത്രം പോയി കഴിഞ്ഞാൽ കാണിച്ചു തരും. പക്ഷെ ഇങ്ങോട്ടൊന്നും അവർ കണ്ട പഴയ ആചാരങ്ങൾ മുറുക്കി പിടിച്ച് നടക്കുന്നുണ്ടായതുകൊണ്ട് കാണിക്കില്ല. പിന്നെ രണ്ടാമത് വേറെന്താ ഉള്ളത് ഇതിനുള്ളിൽ? പിന്നെ ബാലാലയത്തിൽ ഏതൊക്കെ മൂർത്തിയാണ്? സോമേശ്വരി ദേവി, പിന്നെ ആലോട്ട് ഭഗവതി. അത് കെട്ടിയാടുന്ന അത് ഞങ്ങൾ ഇവിടെ കെട്ടിയാടിക്കാറില്ല. ഒരു തറവാട് ഞാൻ തറവാട് കണ്ടിട്ട് ഞാൻ വെച്ചാൽ നല്ല വലിയ പൈസക്കാരുണ്ട്. അപ്പൊ എന്നിട്ടാന്ന് ഇത് ഇങ്ങനെ മൂല കൈപ്പോയി ഞാൻ വരുന്ന വൈക്ക് പോലും ഞാൻ പേശി. നമുക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് വെച്ചാൽ നാനാ ദേശത്തു നിന്ന് ആൾക്കാരെ ഇവിടെ എത്തിച്ചേരാനുള്ള സമയമായി. അത് ഈ ക്ഷേത്രം ആയിക്കഴിഞ്ഞാലേ ആൾക്കാർ അത് നിങ്ങളെ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെയും അതുപോലത്തെ കാഴ്ചക്കാരുടെയും ഒത്തൊരുമയും കഠിന പ്രയത്നം കൊണ്ടാണ്. കാരണം ഇത്രയും പേര് എത്തിച്ചു തന്നെ സ്വപ്നത്തിൽ പോലും കാണാത്ത അവസ്ഥയിലാണ് അല്ലേ? എത്രയോ ആള് വേർപ്പാന്ന് ഇതിൻ്റെ മുകളിലുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കഷ്ടപ്പാട് അത് കാണാനുണ്ട്. ഭഗവതി അതിനുള്ള ഗുണം ഓരോ വീടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവം എപ്പോൾ വരുന്നത്? ശരിക്കും ഉത്സവം ഇപ്പം നമ്മൾ നടത്തുന്നത് വൃശ്ചിക 7 വൃശ്ചിക 7 എന്ന് വെച്ചാൽ ഇന്ന് തണുമർത്തം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റത്തരം. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കെട്ടുകാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കെട്ടുകാര കെട്ടുകാരിക്കല്ലേ? ഇനി ഇതിപ്പോൾ ആയിക്കഴിഞ്ഞാലും അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കലാപരിപാടികൾ നടക്കലുണ്ടായിരുന്നു. കലാപരിപാടികൾ നമ്മുടെ നാട്ടിലുള്ള പരിപാടികൾ, സപ്താഹം പോലുള്ള പരിപാടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങളെ മാക്സിമം കൂടുതൽ ഇവിടെ എത്തിക്കുക. ജനങ്ങളെത്തുമ്പോൾ ജനങ്ങൾക്കും അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി, അമ്മേൻ്റെ എനർജി എത്തുണ്ടെങ്കിൽ നമ്മൾ അവരിലേക്ക് എത്തിക്കണമല്ലോ. നമ്മൾ വെറുതെ ഒരാളെ വീട്ടിൽ പോയിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഓരോ വീടുകളിലും ഭണ്ഡാരങ്ങൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എത്രയായിക്കോട്ടെ അവരൊക്കെ പറ്റുന്ന ഒരു പൈസ കിട്ടു കഴിഞ്ഞാൽ അതും ക്ഷേത്രത്തിൻ്റെ ഒരു മുതൽക്കൂട്ടിന് എത്തിച്ചേരുന്നു. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മാത്രമേ ചെയ്യുന്നുണ്ടാവാം. ഇനിയിപ്പോൾ ചെയ്യുന്നില്ലെങ്കിലുള്ള കാര്യങ്ങൾ. കാരണം മരത്തിനെല്ലാം നമ്മൾ തൊട്ടാത്ത് കൊള്ളുന്നിടയ്ക്കുള്ള പൈസയാണ് ഒരു മരത്തിനെല്ലാം. നമ്മളും രാജരാജേശ്വരി ക്ഷേത്ര തന്ത്രി കൂടിയാണ്. അതൊരു സന്യാസി മാത്രമല്ല, ശ്രീചക്ര മഹാമേരു പ്രത്യക്ഷമായി കാണിച്ചു വെച്ച് പൂജിക്കുന്ന ആളാണ് കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കാളകാട്ടിയിലത്തെ ശ്രീധരനമ്പൂരിൻ്റെ മരുവനുണ്ട് മുരളീകൃഷ്ണൻ, അദ്ദേഹമാണ് നമ്മളെ ക്ഷേത്രത്തിൽ തന്ത്രി. ഞാനും കൂടി രണ്ടാളാണ് അവിടുത്തെ ക്ഷേത്രത്തിൽ. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഭഗവതി നമ്മളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ വേറെ എനിക്കറിയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ഷേത്ര കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നാട്ടുകാരാണ്, നാട്ടിലുള്ളവരെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ശരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡിലെ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോ കാണാറുണ്ട്, അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊന്നേ പറയാനുള്ളൂ, ഇത്ര അതിപുരാതന കാലത്തേയുള്ള ക്ഷേത്രമാണ്, ഹൈ പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രം. നമ്മളെപ്പോലത്തെ ഒരാളിവിടെ വന്നിട്ട് ഭംഗിയൊക്കെ വരേണ്ട ആവശ്യമില്ല. അതിന് തെളിവാണ് ഈ ക്ഷേത്രത്തിൽ. ഇപ്പം ക്ഷേത്രത്തിന് പണിയൊക്കെ അയച്ചു കഴിഞ്ഞു. ഇനി താഴെക്കൂടത്തിൻ്റെയും സോപാനത്തിൻ്റെ ഒക്കെ പണിയെ കഴിഞ്ഞ് ബാക്കിയുള്ളൂ. പിന്നെ പ്രതിഷ്ഠേൻ്റെ ഇങ്ങനെ പ്രതിഷ്ഠ ചുറ്റമ്പലത്തിൻ്റെ പണി ഒന്നും തുടങ്ങിയിട്ടേ ഇല്ല. അല്ല, അത് ചെയ്യാം, അതായില്ല. നമ്മൾ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗണപതി ഉണ്ട്. പിന്നെ വേറെന്താ ഇവിടെ? വേറെ അത്രയോ അപ്പോൾ പിന്നെ വേറെന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം ജീർണാവസ്ഥയിൽ എത്തിപ്പോയി കുളവും. ആ കുളവും കൂടി ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ ചുറ്റമ്പലത്തിനോടൊപ്പം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവതിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർക്ക് പറയുക, ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ കുളത്തിലിരുന്നു കൊണ്ട് അടിച്ചു കലക്കാൻ പാടില്ല
രണ്ടാമത് ക്ഷേത്രത്തിൽ സോപ്പും മെഴുക്കും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യരുത്. അതിൽ മീനും കാര്യങ്ങളും കൊണ്ട് ചത്തു. പിന്നെ അത് ഒഴുക്കുണ്ട്, അത് ഒഴുക്ക് മഴക്കാലത്ത് മാത്രം. അല്ലാതെ ഇല്ല ഒഴുകാനുള്ള ഒരു വഴി അടിയിൽ പൈപ്പ് അങ്ങനെ ഇട്ടിട്ട് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് വയലാണ്. ആ സമയത്ത് മറ്റുള്ളവർക്ക് ഒഴിവാൻ ചാൻസ് കുറവാണ് അല്ല. അപ്പം പിന്നെ അതുപോലെ ചുറ്റും കൽപ്പടമൊക്കെ കെട്ടാനുണ്ട്. പിന്നെ കുട്ടികൾക്ക് പിന്നെ കളിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടല്ലോ ഇവിടുത്തെ അല്ലേ. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എപ്പോൾ കാലാവധി കണ്ടിട്ടുള്ളത്? ഇത് ഞങ്ങൾ കണ്ടത് ബലാലയത്തിൻ്റെ 3 വർഷത്തേക്കാണ് വാങ്ങിച്ചത്. ആ 3 വർഷം 2 വർഷം ആയി. ഇനി 1 വർഷമുണ്ട്. ഇനി ഒരു വർഷം കൊണ്ട് ചുറ്റമ്പലം കൂടി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞങ്ങളടുത്ത് 10 പൈസ ഇല്ലാതൊരു അവസ്ഥ. ചുറ്റമ്പലം നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ജ്യോതിഷപ്രകാരം ഇരുമ്പിൻ്റെ കഴുക്കോല് മരത്തിൻ്റെ ആണെങ്കിൽ കോടികൾ വേണം. അല്ല ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ ഓരോ ആൾ ഓരോ കൗക്കോൽ എത്തിച്ചാൽ തന്നെ മതി. കൗക്കോലിന് ഏകദേശം 12,000 വെച്ച് കൂട്ടിയിട്ട് ഇത്ര അടിക്ക് ഇത്ര നീളത്തിന് ഇത്ര കണക്കുണ്ടാവും. അതൊക്കെയുണ്ട്. കാരണം വെച്ചാൽ ഇരുമ്പിൻ്റെ ഒരു ചുറ്റമ്പലം നമ്മൾ എവിടെയും കേട്ടു അറിവില്ല. ഇല്ല ഞങ്ങളുടെ ഇതിനിപ്പം പിന്നെ താൽക്കാലികമായിട്ടല്ല, നമ്മൾ ആ ഒരു ചിലവാക്കുന്ന പൈസയും കൂടി നമ്മൾ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ള കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക് ഒരു തിരുവഞ്ചേരി കാവുണ്ട്. ചക്കക്കോരത്ത് തമ്പുരാൻ വെച്ച് പൂച്ചു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം, ഒരു തറവാട്ട് ക്ഷേത്രം കൂടിയാണ്. അവിടെ നിങ്ങൾ കണ്ടോ? പോയിട്ട് നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളെക്കാളും മോശമായ അവസ്ഥയാണ്. പക്ഷേ അവരിപ്പോൾ ആ ഏകദേശം ക്ഷേത്രത്തിൻ്റെ ചുറ്റ് ഇതിൻ്റെ എല്ലാം പണി നടന്നുകൊണ്ട് പോവുകയാണ്. ഇങ്ങനെ ഓരോ ആൾക്കാർ എത്തിപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് സമിതിയുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട് അല്ലേ? അതൊക്കെയുണ്ട്. എത്ര പേര് തൊട്ടാലും കൂടിയിട്ട് അതും കൂടെ 100 കൂടുതൽ ഉണ്ടാവും. കൂടുതലും ആൾക്കാരിലേക്ക് എത്തിച്ചേർക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭണ്ണാരത്തിൻ്റെ കാര്യം കാണുക. നിങ്ങളൊന്നും ആഞ്ഞിറങ്ങുക. ഇപ്പോൾ കുറേ മടിയന്മാരായിപ്പോയിരുന്നു ചില ആൾക്കാർ. ചില ആകെയുള്ളത് അല്ല. അതുകൊണ്ട് ജ്യോതിഷം വെച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഈ മരത്തിൻ്റെ അത് ആശാരി തന്നെയാണ് അത് ചെയ്യാം. സാധാരണ ഏതെങ്കിലും പണിക്കാരല്ല, ഈ ക്ഷേത്രം പണി മാത്രം ചെയ്യുന്ന ചുറ്റമ്പലങ്ങളൊക്കെ ചെയ്യുന്ന പിന്നെ ആശാരി തന്നെ വിശ്വകർമാവ് തന്നെ ആണ് വന്നിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യത്തിലെടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്തായാലും 1 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത്രത്തോളം നിറവേറ്റപ്പെടും എന്നുള്ളതിനെ കുറിച്ചിട്ട് പല ആളുകളും നമുക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് അതിനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു എളുപ്പപ്പണിക്കായിട്ട് ചെറിയൊരു പൈസയൊക്കെ എല്ലാം ആവുമല്ലോ, നമ്മളൊരു വഴിയിലല്ലോ വെച്ച് ആയിക്കഴിഞ്ഞു. നമ്മൾ ഇപ്പം നിങ്ങളിപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ നിങ്ങൾ കൈപ്പിരിട്ടായിട്ട് ഇറങ്ങി 10 വർഷം ഇല്ലേ? പക്ഷേ ദൈവം എങ്ങനെയല്ലോ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തന്നില്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്നി കൊണ്ടുവന്നത് അതല്ല, നിങ്ങൾ ഒരിക്കലും കൂടി അത് പുനർചിന്താഗതി നടത്തുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങളും മലപ്പുറം രാജരാജ ക്ഷേത്രം പണ്ടെങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത് അല്ല. ഇപ്പം രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പിന്നെ മറ്റേ നടപ്പന്തലൊക്കെ ഇരുമ്പിനൊപ്പം തന്നെ ഉണ്ടാക്കി അല്ലേ? അത് നടപ്പന്തലാണ്. അത് ശ്രീകോവിലിന് ചുറ്റുമുള്ളതാണ്. അല്ല ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ആശാരി തന്നെയാണ് ചെയ്തത്. പണ്ട് കാലങ്ങളിൽ കാവുകൾ എന്ന് പറയപ്പെടുന്നത് ശരിക്കും ഒരു വയലിൽ അധികം വയലുകളിൽ ഓല കൊണ്ട് മടങ്ങിയിട്ട് ചുറ്റും മടക്കിയിട്ടുള്ളൊരു കാവാണ്. അല്ലെങ്കിൽ കാട് പ്രദേശങ്ങളുള്ള സ്ഥലത്തേക്ക് കാവാണ്. അതും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന കാവുകളാണ് അല്ലേ? പിന്നീട് അത് സംഭവിച്ചെന്താ? കോൺക്രീറ്റ് കെട്ടിടങ്ങളായി. കാവ് സങ്കല്പത്തിലാണോ അത്? അത് തെറ്റായ രീതിയിലേക്ക് കൂടി അവർ വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ എന്താവും, പ്രകൃതി നശിപ്പിക്കാതിരിക്കാൻ. ഇപ്പോൾ പണ്ട് മണ്ണാർശാലയിൽ കയറി ചെല്ലുമ്പം കാട് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാതെ കുളിർമയും വല്ലാതെ ഭയഭക്തി നമുക്ക് തോന്നും. ഇന്ന് ആ കാടുകളൊക്കെ വെട്ടിത്തെളിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ബിസിനസ്സായി മാറി കുറേ ഭാഗം. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ എന്താവും, ആ ചരിത്രത്തിനും ഐതിഹ്യത്തിനും ഒരു വിലയില്ലാതിരിക്കും. ഈ സോമേശ്വരിൻ്റെ കഥയിൽ നമുക്ക് അറിയാതെ ഒത്തിരി കഥകളുണ്ട്. ഈ സോമേശ്വരിക്ക് ചുറ്റും വയലായിരുന്നു. അതങ്ങനെ ആയിരിക്കും. ഏത് തറവാട്ടിൻ്റെ കീഴിലായത് വരുന്നതെന്ന് അന്വേഷിക്കണം. കാരണം വെച്ചാൽ ഇനി ഇവിടെ വരാനുള്ളത് വലിയ കൂട്ടം ഇവിടെ എത്തിച്ചേരാനുണ്ട്. നിങ്ങൾ ഇറങ്ങിയില്ലേ? ഇപ്പോൾ ഇനി ബാക്കിയൊക്കെ ദൈവം എത്തിച്ചോളൂ. നിങ്ങൾ ഏതൊരു കാഴ്ച ഇറങ്ങുമ്പോൾ ഒരു പടി നല്ലോണം ആലോചിച്ച് തരണം. ഹിമാലയത്തിൽ നിന്ന് ഒരു അഗോരി സന്യാസിയാന്ന് പറഞ്ഞു മാത്രം മനസ്സിലായോ?
സാധാരണ സ്ഥലത്ത് വന്നിട്ട് എല്ലാം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എനിക്കെന്തിനാ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ശാസ്ത്രം സ്ഥലത്ത് പോലാണ് അല്ലേ? ഇവിടുന്ന് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഈ സ്ഥലത്ത് വന്നിട്ട് ഞാൻ നിങ്ങളോട് ഇപ്പോഴും ഒരു പുനർചിന്താഗതിയിലേക്ക് എത്തിക്കുക. ഓരോ പ്രഭുക്കോലും ഓരോ ആൾക്കാർ ആരും കോടീശ്വരന്മാരൊന്നുമല്ല, എല്ലാവരും അന്നൊന്ന് ജീവിക്കുന്ന കൊടുക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് തുടങ്ങി വെക്കുക. നിങ്ങൾ ആദ്യം ചുമരിൻ്റെ പണി നടത്തിട്ട്, ചുമരില്ലേ ആദ്യം ആവശ്യം, തറയില്ലാതെ ബാക്കി കാര്യം നടക്കാൻ കഴിയുമോ? അപ്പോൾ ചുമരിൻ്റെ പണി ആദ്യം നടക്കട്ടെ. കവുക്കോലും മരവും എല്ലാം പിന്നീടല്ലേ ഓടല്ലോ, അത് പിന്നീടുള്ള സമയമല്ലേ. ഓരോന്നും എത്തുമ്പോൾ അത് ആ സമയം ഒത്തിച്ചു വരും. പക്ഷേ നീണ്ടുപോയാലും നമ്മൾ ധൃതി പിടിക്കണ്ട. ഇപ്പോൾ കുഞ്ഞു കുട്ടിക്ക് ബേബി ഫുഡ് കൊടുത്ത് വലിയ തടിച്ചിട്ട് വലിയ കുട്ടിയാക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ കണ്ടു നിങ്ങൾ. പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 16, 17, 18 വയസ്സെല്ലാം വയസ്സറിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് 8 വയസ്സ് 9 വയസ്സ് കുട്ടികൾ വയസ്സറിക്കുന്നു. അതുകൊണ്ടാണ് ഭക്ഷണക്രമീകരണങ്ങൾ മാറിയത്, നമ്മുടെ ജീവിത രീതി മാറിയത് ഇല്ലേ? പണ്ടത്തെ കുട്ടി നെല്ല് കുത്തുന്നുണ്ട്, എങ്ങനെ കുത്തൽ? പണ്ട് കുഴി കുത്തിയിട്ടാണ് അല്ലേ പാവപ്പെട്ട കുടുംബത്തിനെല്ലാം നെല്ല് കുത്തിയിട്ടില്ല അല്ലേ? അങ്ങനെ അവർ രണ്ടാളും മാറി പിന്നീടാകുമ്പോൾ ഒരാളൊക്കെ വന്നത്. ഒരാളൊക്കെ വരുന്നെങ്കിൽ വലിയ നമ്മളൊക്കെ മാറി വീട്ടിലാണ് വീട്ടിലുള്ള അറിവുകളില്ല ഇല്ലേ? കഞ്ഞിയൊക്കെ എങ്ങനെ നമ്മൾ കഴിച്ചിട്ടുള്ളത് കുഴി കുത്തിയിട്ടാണ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ. പറഞ്ഞിട്ടില്ലേ ചാപ്പനും ചോരനൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഒത്തിരി കാലം അന്നത്തെ കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലം ഒത്തിരി, കാരണം പണ്ടത്തെ നമ്പൂരിമാരൊക്കെ എന്ന് വെച്ചാൽ പടച്ചോറ് നിന്നിട്ടാണ് ജീവിച്ചിട്ടുള്ളത് ഇല്ലേ? അത്രയും ഗതികളായിരുന്നു. ഒരു കഷ്ടിച്ചിട്ടാണ് ക്ഷേത്രത്തിലെ പൂജ വരാറ്. ഇന്ന് പിന്നെയും ഇഷ്ടാനം ഭഗവാൻ നൈവേദ്യം കാര്യങ്ങളൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവസാന ക്ഷേത്രത്തിൻ്റെ കവക്കാരനെ നിങ്ങൾക്ക് ഒന്ന് പറയുന്നത് മാത്രം കേൾക്കുക. ഒരു പുനഃചിന്താഗതി കൂടി പണിയെടുക്കുന്ന മുമ്പിട്ട് ആശയങ്ങൾ പറയുക. ഇതിനും കൂടി നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കും. ചുമരുന്ന ഓരോരോ കല്ലിന് ഓരോ കല്ലെത്തിച്ചു കൊടുത്താൽ എത്ര കല്ല് വേണം ആദ്യം. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതിനെ കൂടി ചിലപ്പോൾ ആരെങ്കിലും നല്ല മനസ്സിൽ എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് ഇത് ചിലപ്പോൾ ഒന്നും സഹായിക്കാനോ ഇപ്പോൾ 10 ലോഡ് കല്ലോ 5 ലോഡ് കല്ലാതെ ചിലപ്പം വേണ്ടി വരിക. ക്ഷേത്രത്തിൻ്റെ നീളവും വീതിയും കണക്കെല്ലാം നോക്കണമല്ലോ. അപ്പം ചിലപ്പോൾ അത് സഹായിക്കാത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ തഴിക്കൂടെ എങ്ങനെയാണെന്ന് തഴിക്കൂടെ 4-5 തരത്തിലാണ് ചെയ്യുക. ഒന്ന് സ്വർണ്ണക്കുടത്തിൽ ചെയ്യും, ഒന്ന് വെള്ളിക്കുടത്തിൽ ചെയ്യും, ഒന്ന് പിത്തളയിൽ ചെയ്യും, ഒന്ന് ചെമ്പിൽ ചെയ്യും. നിങ്ങൾ ഏതിലെ ചെയ്യാൻ പിന്നെ ഓടിലും ചെയ്യും. പിന്നെ പഞ്ചലോഹത്തിൽ ചെയ്യുന്നു. പഞ്ചലോഹം ചെയ്യുമ്പോൾ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പിച്ചളയിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പഞ്ചലോഹത്തിൽ ചെയ്യുമ്പോൾ പിന്നെ കർത്താളി അങ്ങനെ കുഴപ്പമൊന്നും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഇതാക്കാൻ ചെയ്യാനും കഴിയില്ല, എപ്പോഴും ക്ഷണിക്കാനും കഴിയില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ പിത്തളയാകുമ്പോൾ എന്ന് വെച്ചാൽ ആ കളർ അകത്തിനുണ്ടാവും. വീട് നമുക്ക് പിന്നെ കളർ ചേർത്താൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇങ്ങോട്ടൊന്നും കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാനോ പറയാനുണ്ടെന്ന് നിങ്ങൾ പറയുക. അല്ല, ഞങ്ങൾക്ക് പറയാനോ ഇതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അന്ന് പരമാവധിയായി ഏകദേശം ഒരു 50 ലക്ഷം റുപ്യയുടെ വർക്ക് ഞങ്ങൾ, അത് യഥാർത്ഥത്തിൽ 50 ലക്ഷം റുപ്യല്ല, ഒരു 75 ലക്ഷത്തിന് മേലെയാണ്. കാരണം വെച്ചാൽ ഈ നാട്ടിലുള്ള ഓരോ കുഞ്ഞുകുട്ടി പിന്നെ ആബാലവൃദ്ധ ജനങ്ങളും പിന്നെ അവരുടെ പിന്നെ അധ്വാനം പിന്നെ ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്ന പരമാവധി ആളുകൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ദിവസം ബോർഡുന്നായാലും തിരക്കേടില്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഞങ്ങൾ പല രീതിയിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും വന്ന് ഇതൊന്ന് പിന്നെ ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാവും എന്നുള്ള ഒരു മനസ്സ് പറയുന്നുണ്ട്. ഇന്നല്ലെങ്കിലും അതെ, അല്ല അത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പേരാക്കിയിട്ട് ഒരു കീഴ ചാക്കിന്റെ കുപ്പായം അല്ല അല്ല ഇത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് അതെല്ലാം വരും. അതിന് സമയമായിട്ടില്ല. ഓരോ കാലദോഷം ഉള്ളതുകൊണ്ടാണ്. കാരണം ഇതിൽ വരേണ്ട ആൾക്കാർന്ന് ശരിയായ ആൾക്കാർക്ക് എത്തിയിട്ടില്ല. കുറെ കൂട്ടം മാറി നിൽക്ക് നോക്കുന്നത്, വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കുന്നു. അതല്ലെങ്കിൽ പുറത്തേക്ക് വരാനുള്ളതാണ്. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം അതിന് ഇങ്ങനത്തെ ഒരു സന്ദേശം കൂടി തരാനായിട്ട് വന്നതെന്ന് മാത്രം വിചാരിച്ചാണ്. വെറുതെ പെടാതെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ആ പൈസ നഷ്ടപ്പെടാനുള്ള വഴിയാണ്. കാരണം പിന്നീട് ഒരു വിഷമം വരുമ്പോൾ പിന്നെ അത് അപ്പോൾ പൊളിച്ച് മാറ്റിയിട്ട് വരും. കാരണം അതുകൊണ്ട് നല്ലോണം പുനർചിന്താഗതി ചെയ്യുക. കാരണം ഇത് നിങ്ങൾ വേഗം പോലെ ഇത് തട്ടിക്കൂട്ടൽ പ്രസ്ഥാനമല്ലല്ലോ. കാരണം നിങ്ങളെ വേർപ്പാണ് അതിന് മുകളിൽ കാണുന്നത്. അത് കാണാൻ ഇപ്പം നല്ല ഭംഗിയുണ്ട്. അത് പൈസയ്ക്കുണ്ട്, ഇതാണ് സത്യം. ചിലവിട്ട പൈസ എന്നോട് കാണാനുണ്ട്. അതിലും കുറച്ചും കൂടി ഭംഗി വേണ്ടേക്ക് നാനാദേശത്തുനിന്നും ആൾക്കാർ ആലമ്പല ദർശനം പോലെ സോമേശ്വരന് മുന്നിൽ ഒത്തുചേർന്നിട്ടില്ല. അപ്പോൾ നമ്മളിനിപ്പോൾ അപ്പുറം
ദക്ഷിണാമൂർത്തിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളും ആൾക്കാരെ ഇങ്ങോട്ട് കൂടിക്കൊണ്ടുവരും. ഇങ്ങനൊരു സംഭവം കിട്ടുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് അവിടെയും പോയിട്ട് ചെയ്തു നോക്കുന്നുള്ളത് മനസ്സിലായോ? ഈ വിശ്വകർമാവ് തന്നെയാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം സിനിമയും സീരിയലൊക്കെ എടുക്കുന്ന ആളാണ്, സുരേഷ് ബാബു എന്ന പേര്. അപ്പം അദ്ദേഹം ആരുടെന്ന് പറഞ്ഞ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, അത് യൂട്യൂബിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു നമ്മൾ നാലമ്പല ദർശനം പോലെ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ ആൾക്കാർ എത്തിക്കുന്നുണ്ട്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും കഥയായിട്ട് അദ്ദേഹം ആ ക്ഷേത്രത്തെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരു ആൽബം പോലെ ആക്കിയിട്ട് കൊടുക്കലാണ് അദ്ദേഹത്തിൻ്റെ വഴിപാട്. നമ്മൾ ഓരോ ഇതൊക്കെ കാണുന്നത് അതുപോലെ. അപ്പോൾ അദ്ദേഹം ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വയംഭൂവിലേക്ക് വരുന്നുണ്ട് അവിടുത്തെ ഭഗവാനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലിക്ക് ക്ഷേത്രം പോകണം. അപ്പോൾ 3 ക്ഷേത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞു. ഒന്ന് മണ്ണുമ്മിൽ ക്ഷേത്രം കെട്ടില്ല, ഒന്ന് അത്, പിന്നെ ഒന്ന് മൊറാഴ ബാലി ക്ഷേത്രമുണ്ട്, അവിടെ ശിവക്ഷേത്രം തൊട്ടപ്പുറം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് പോകാണ്. പിന്നെ തൊട്ടപ്പുറം ഈ കീച്ചേരി ഉണ്ട് ഒരു ഇതുപോലെ ബാലി ക്ഷേത്രം. പിന്നെ വേറെ ഒന്ന് നമ്മൾ പോകുന്ന വഴിക്ക് വഴിയോ ഉണ്ട്. അങ്ങനെ 4 ക്ഷേത്രമെന്ന് പറയപ്പെടുന്നത്. ഒരു ക്ഷേത്രം നമ്മൾ ഇ കെ നായനാർ വീട്ടിൽ അവരെ കയ്യിലാണ്. അപ്പോൾ പറമ്പല്ല അവർ പൈസ കൊടുത്ത് അവർ കൊടുക്കും. ശനി 8 ലക്ഷം രൂപ പറയുന്നത്, 10 വയസ്സും പോലെ. പക്ഷേ അതിൻ്റെ ആൾക്കാർ ഇടപെട്ടിട്ട് ചെയ്യണ്ടേ. നമ്മളാ വിഷയം എടുത്തിട്ട് നമ്മളെ വിഷയം പറയാം. നിങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ നമ്പർ ഇത് നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ 67 36 08 46 88. ഇതാണ് ഏതാ ബാങ്ക്? SBI തളിപ്പറമ്പ് ബ്രാഞ്ച്. ക്ഷേത്ര നമ്പർ ക്ഷേത്ര അത് ഞങ്ങളുടെ പിന്നെ പേഴ്സണൽ നമ്പർ. അത് ഇതിനകത്തുണ്ട്, ഇതിൻ്റെ അടിയിലതാ. ഒരു 3 പിന്നെ 94 95 800 849. ഇതാണ് ഇത് എൻ്റെ നമ്പറാണ്. മറ്റേ നാരണ മാഷ നമ്പർ ആദ്യത്തെ അല്ലേ മാഷേ? 994 46 40 82 84. ഇപ്പൊ ഈ നമ്പർ ആർക്കാണ് ഇത്? പിന്നെ നാരായണൻ സെക്രട്ടറി നാരായണ മാഷാണ് അതിന്റെ നമ്പറാണ് ഇപ്പൊ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ഭരതാട്ടൻ്റെയാണ്, പിന്നെ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ നമ്പറാണ്. ഈ 2 ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരാണെന്നെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇവർ തീർച്ചയായിട്ടും അതിനുള്ള വഴികളും മാർഗങ്ങളും പറഞ്ഞു തരും. പിന്നെ മലബാർ ദേവസ്വത്തിൻ്റെ അല്ലേ നമ്മളൊന്നും സഹായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ഇതിനോട് തിരിഞ്ഞ് നോക്കുന്നില്ല. കാരണം ദേവസ്വത്തിന് പറ്റുന്ന കാര്യങ്ങൾ ദേവസ്വം ചെയ്തിട്ട് അവിടെ നിന്നിട്ടാണ് ഇവരെന്തെല്ലാം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദേശത്തെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തെ എത്രത്തോളം ഉയർച്ചയുണ്ട്. ഒരു ദേശത്തെ ക്ഷേത്രത്തിൻ്റെ തകർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തെ ക്ഷേത്രത്തിൻ്റെ തകർച്ച നോക്കിയാൽ മതി എന്ന് പറയും. പിന്നെ ആ ദേശത്തെ ജനങ്ങളെ മനസ്സിൽ നോക്കിയാൽ മതി. ഇടുങ്ങിയ മനസ്സായിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രം ഇത്രയും പേര് എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നും സഹായിക്കാൻ പറ്റുമെങ്കിൽ 1 രൂപയെങ്കിൽ 1 രൂപ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇല്ല കോയിലോട് കല്ല് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അപ്പോൾ പിന്നെ കുളത്തിൻ്റെയും കൂടിയുണ്ട്, അതിനും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാം. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് പറയാൻ. അപ്പോൾ നല്ല നമസ്കാരം. ഇവിടുത്തെ ശാന്തിൻ്റെ പേരെന്താ? ദാമോദർ പ്രസാദ് നമ്പൂതിരി അല്ലേ? പിന്നെ അദ്ദേഹം പിന്നെ ഏതാ വെളയങ്കോട് ഇട അല്ലേ? മരങ്ങാട്ട് ഇല്ലത്തെ പിന്നെ നമ്പൂതിരിയാണ്. വെളയാങ്കോടാന്ന് അദ്ദേഹത്തിൻ്റെ ഇത് വരും. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. പിന്നെ ഇതൊക്കെ കായികദോഷമില്ലല്ലോ. ഇതൊക്കെ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിന് വേണ്ടി കുഞ്ഞു കുട്ടികൾ വലിയ ആളൊന്നുമില്ല, എല്ലാവരും അഹോരാത്രം കഷ്ടപ്പെടുന്നവരാണ്. ഇവിടെ നിന്ന് തന്നെ കെട്ടിറക്കുന്നല്ലോ മഹാവിഷ്ണു ക്ഷേത്രം അല്ലേ? അപ്പോൾ അങ്ങോട്ട് പോകാം. പക്ഷേ അത് കാണണ്ടേ? മാഷ നല്ലത്തിന് ഓടിപ്പോയിട്ട് ഈ പ്രായം നോക്കുന്ന മണ്ട ഓറാൻ ചെറുപ്പക്കാരെ പോലെ ഓടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഓരോ മുന്നിൽ നിന്നെല്ലാം ചെയ്തുകൊണ്ട് ഇത്ര പേരെ എത്തി. അവരെല്ലാം കുഞ്ഞു കുട്ടികൾ വലിയ ആൾ അമ്മമാരൊന്നുമില്ല അല്ലേ? എല്ലാവരും ഓടിപ്പോയി എല്ലാം ചെയ്യുന്നത്.
ഇതെല്ലാം ആയി കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചക്കോ അല്ല അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം അല്ലേ? എന്നാൽ നല്ല നമസ്കാരം. ഓ ആയിക്കോട്ടെ. ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ മൈക്കൊക്കെ സോമേശ്വരി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മരത്തിൻ്റെയൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. നല്ല നമസ്കാരം.